ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 88 പോർട്ടലാണ്. ഈ ഒരു പോർട്ടൽ തുറക്കുന്നത് വളരെയധികം അബണ്ടൻസിലേക്കാണ്. അന്നത്തെ ദിവസം പ്രപഞ്ചത്തിൽ ഒരുപാട് ഹൈ എനർജി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ദിവസം നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്തോ അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ചിങ്ങരാശിയിൽ നിൽക്കുമ്പോൾ ജ്യോതിഷപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണിത്. സൂര്യൻ ചിങ്ങരാശിയിൽ നിൽക്കുമ്പോൾ അപ്പോൾ ഈ ഭൂമിയും സീറിയസ് നക്ഷത്രവും കൂടെ നേർക്ക് നേർ വരുന്ന ഒരു ദിവസമാണ്. നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വളരെയധികം പ്രപഞ്ചത്തിൽ നിന്ന് ശക്തമായ ഊർജം ലഭിക്കുന്നുണ്ട്. തന്നെയുമല്ല, ഇതൊക്കെ ആത്മീയ വളർച്ചയ്ക്ക്, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഒക്കെയും നല്ല സമയമാണ് 88 പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ആഗ്രഹങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും നല്ല സമയമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയും നിങ്ങൾ ഇന്നത്തെ ദിവസം മുതൽ അതിനായിട്ട് പരിശ്രമിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ജീവിതത്തിൽ അത് സംഭവിച്ചതായിട്ട് എന്ത് കാര്യമാണോ, ഏത് കാര്യത്തിനും മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് സാധിച്ചതായിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിനൊരു ക്ലാരിറ്റി ഉണ്ടാവണം, മനസ്സിലായോ? എന്നിട്ടത് ലഭിച്ചതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ റീഡിങ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. 88 പോർട്ടൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട അത്യാവശ്യമുണ്ട്. നന്ദി കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കണം. ഹൃദയം ആർദ്രമാകണം നന്ദിയാൽ. മനസ്സിലായി? എല്ലാത്തിനും നന്ദി, എല്ലാത്തിനോടും നന്ദി, എല്ലാത്തിനും നന്ദി എപ്പോഴും പറയുക. ഇത് നിങ്ങൾക്ക് വളരെയധികം ഊർജത്തെ പ്രദാനം ചെയ്യുന്നതാണ്, എനർജി തരുന്നതാണ്. മനസ്സിലായി? സംഖ്യാശാസ്ത്രപ്രകാരം അതുപോലെ തന്നെ 8 എന്നുള്ള സംഖ്യയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അബണ്ടൻസിന്റെ നമ്പറാണ്. സംഖ്യാശാസ്ത്രപ്രകാരം, ന്യൂമറോളജി പ്രകാരം അബണ്ടൻസിന്റെ നമ്പറാണ്. അതുപോലെ തന്നെ ശക്തിയുടെ നമ്പറാണ്. അനന്തമായ പ്രവാഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 8 എന്നുള്ള നമ്പർ വെച്ചിട്ടാണ്. മനസ്സിലായി? ഒരു 8-ാം തീയതിയാണ്, ഡിസംബർ 8-നാണ് തുടങ്ങിയത്. എൻ്റെ മകളുടെ ജന്മദിവസവും 8-ആണ്. എൻ്റെ ഭാഗ്യസംഖ്യയും 8-ആണ്, 8-ആണ്. ഇത് ഒരുപാട് 8-ന് എനിക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. മനസ്സിലായി? അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മാനിഫെസ്റ്റ് ചെയ്യാം. എന്ത് മനസ്സിലാഗ്രഹമുണ്ടോ അപ്പോൾ ധാരാളമായി അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു പവർ ലഭിക്കട്ടെ. ലയൺസിൻ്റെ, അതായത് ലയൺ പവറാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നമ്മൾ എനർജി ഒറക്കിളാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ടാരോ കാർഡ്സ്, പിന്നെ നമുക്ക് ശക്തിയുടേതായ റീഡിങ്, നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് നോക്കാവുന്നതാണ്. ഇത് നമുക്ക് അബണ്ടൻസിൻ്റെതാണ്. ഇത് നമുക്ക് ഈ റീഡിങ്. ഇതൊക്കെയാണ് നിങ്ങളിലേക്ക്. തിങ്കിങ് മാൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. വുമൺ ഹോൾഡിങ് ഹാർട്ട്. Door to personal healing and happiness. കോർണോകോപ്പിയ. 4 കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് 3+6 9 ആണ്. സെക്കൻഡ് ചക്ര ആർക്കേഞ്ചൽ ഏരിയ ആണ്. നമുക്ക് പിന്നെ നോക്കാവേത്.
ടാരോ കാർഡ്സും കൂടി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സഫലമാകുമോ? എന്ത് കാര്യങ്ങളൊക്കെയാണ് സഫലമാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇവിടെ 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ 9 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. 5 ഓഫ് സോഡ്സ്, 4 ഓഫ് വാൺസ്, 7 ഓഫ് പെന്റക്കിൾസ്, 7 ഓഫ് വാൺസ്, ഒരു കാർഡ് താഴെ പോയിരിക്കുന്നു, 5 ഓഫ് കപ്സ്. ബോട്ടം വന്നിരിക്കുന്നത് ടവറാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴൊരു ടവർ മൊമെന്റ് എനർജി ആവാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിങ്ങൾ വിധേയരായിട്ടുണ്ടാവണം. ഈ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4+6 10 ആണ്. 10ന്റെ എനർജിയാണ് ഫസ്റ്റിൽ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ തിങ്കിങ് മാൻ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എനർജി വളരെയധികം ഹൈ ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇതുവരെ ഇരുന്നത് പോലെ ഒരു മന്ദബുദ്ധിയായിട്ടിരിക്കില്ല എന്ന് നിങ്ങൾ സ്വയം ചിലപ്പോൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയും നിങ്ങൾ ബുദ്ധിപൂർവം മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധി പ്രദാനം ചെയ്യുന്നതാണ്, ഒരുപാട് ശക്തി പ്രദാനം ചെയ്യുന്നതാണ്, ഒരു അബണ്ടൻസിലേക്ക് പോകാനുള്ള എനർജിയാണ്. അപ്പൊ ഈ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ജീവിതത്തിൽ പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. മനസ്സിലായോ? അങ്ങനെ ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത്. 10ന്റെ എനർജിയാണ്, 1ന്റെ എനർജി. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു തുടക്കത്തിലേക്ക് വരികയാണ്. ഈ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഇനിയും മടി വിചാരിച്ചിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇതുവരെ ഇരുന്നത് പോലെ അലസത ഞാൻ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നു, ആലോചിക്കാൻ പോകുന്നു, നല്ലതുപോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങുന്നു, ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഓഫ് സോഡിന്റെ എനർജിയാണ് തൊട്ട് താഴെ വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ചീറ്റിംഗ്, നിങ്ങൾക്ക് ഒരുപാട് ചീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. മനസ്സിലായോ? അത് സാമ്പത്തികപരമായിട്ടുള്ളത്, അല്ലാതെ റിലേഷൻഷിപ്പിലും ചീറ്റിംഗ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കാതെ ചെയ്ത ആ ഒരു എനർജിയിൽ വന്നു പെട്ടുപോയതാണ്. ഇത്തരത്തിലുള്ള ചീറ്റിംഗ് നിങ്ങൾ ചിന്തിക്കാതെ, ആലോചിക്കാതെ പ്രവർത്തിച്ചതിന്റെ, ആലോചിക്കാതെ എടുത്തു ചാടി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചീറ്റിംഗ് ഇവിടെ വന്നിരിക്കുന്നത്. 7 ഓഫ് സോഡിന്റെ എനർജിയാണ്, ചീറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ചീറ്റിംഗ് വന്നിട്ടുണ്ട്, അതുപോലെ ടവർ മൊമെന്റ് സംഭവിച്ചിട്ടുണ്ടാവാം ആർക്കെങ്കിലും ഒക്കെ. ഇത് കാണുന്ന എല്ലാവരുടെയും എനർജി അല്ല, ആർക്കെങ്കിലും ഒക്കെ. അപ്പൊ ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ ഇവിടെ രക്ഷപ്പെടാനും ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകാനും ഇപ്പോൾ ജീവിതത്തിൽ ഒരു തുടക്കം കൊണ്ടുവരാനും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു. കാരണം സാമ്പത്തികം വളരെയധികം ചിരിച്ചുകൊണ്ട് വന്ന് ചോദിക്കും, എന്നിട്ട് തിരിച്ചു തരാൻ നേരം വഴക്കായി, ബഹളമായി, പിന്നെ ശത്രുതയാവും. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ നിങ്ങൾ ഇവിടെ നിന്നും ഒരു പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു അനുഭവത്തിൽ നിന്നും മുന്നോട്ട് കടക്കണം, ഇനി എന്നെ ആരും കബളിപ്പിക്കാൻ ഇടവരുത്തരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് വാൻസിന്റെ എനർജി വളരെ നല്ല എനർജിയാണ്. വിമൺ ഹോൾഡിങ് എ ഹാർട്ട് ആണ്. അപ്പോൾ ഈ ഒരു ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ 8 ആണ് വന്നിരിക്കുന്നത് ഇവിടെ. 4+4 8 അറിയാവില്ല നിങ്ങൾക്ക്. ഇത് അബണ്ടൻസിൻ്റെതാണ്. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി, സ്നേഹത്തിൻ്റെതായ ഒരു സമൃദ്ധി. മനസ്സിലായി? ഈ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെയും സ്നേഹിക്കാനുള്ള എനർജി ആവണം. നിങ്ങൾ ആർക്കെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി ആവാം മാനിഫെസ്റ്റേഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു എനർജി വന്നു ചേരുന്നതാണ്. ഒരുപാട് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് സ്നേഹം വന്നു ചേരാനുള്ള എനർജിയാണ് ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത്. 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ആകാംക്ഷയോടുകൂടി നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഏതോ വ്യക്തിയെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി, മറ്റു ചില വ്യക്തികൾക്ക്, ചില സാഹചര്യങ്ങൾ, ചില സന്ദർഭങ്ങൾക്ക് വേണ്ടിയും ആവാം. ഇവിടെയും അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? ഇവിടെ അബണ്ടൻസിന്റെ നമ്പറാണ് 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അനന്തമായ ഒരു സ്നേഹപ്രവാഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സഫലമാകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് വരുന്നുണ്ട്. നമ്പർ 7 ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നുണ്ട്. മനസ്സിലായി? എന്ത്? പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ്. പേഴ്സണൽ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതുവരെയുള്ള നിങ്ങളുടെ അസുഖങ്ങളെ ഒന്ന് ഹീൽ ചെയ്യുന്ന എനർജിയാണ്. നിങ്ങളിൽ നിന്നും ചില അസുഖങ്ങൾ വിട്ടുപോകുന്ന എനർജി, വ്യക്തിപരമായ ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ അസുഖങ്ങൾ മാത്രമായിരിക്കില്ല. മറ്റ് ചിലർ മനഃപൂർവ്വം ചിലർ ഏൽപ്പിച്ച മുറിവുകൾ ഉണ്ടാവും. മനസ്സിലായോ? ഹൃദയത്തിൽ ആഴത്തിൽ കത്തികൊണ്ട് നിങ്ങളെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം ചില കാര്യങ്ങളിൽ. അവിടെ നിങ്ങൾ ഒരുപാട് തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലായിരിക്കാം. ഇതിനായിട്ടാണ് നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഹീലിംഗ് വരുന്നുണ്ട്. ഇവിടെ റെയിൻബോയുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്ത്, നിങ്ങളുടെ വെൽത്ത് ഒക്കെയും വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ്സിലേക്ക് എങ്ങനെയാണ് പോകാൻ സാധിക്കുന്നത്? ഇവിടെ 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഇതുവരെ നിങ്ങളുടെ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷത്തിൽ നിന്നും, മറ്റുള്ളവരെന്തു പറയും എന്നെ പറ്റി, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരിൽ നിന്നും ചീറ്റിംഗ് സംഭവിച്ചത് ആരെങ്കിലും അറിയുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ജഡ്ജ്മെന്റ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള നെക്സ്റ്റ് ലൈഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടാണ് ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ് വരുന്നത്. അപ്പൊ സന്തോഷത്തിലേക്കും ഹീലിംഗിലേക്കുമുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളെല്ലാം ഹീലായി പോകുന്നു. മനസ്സിലായി? നിങ്ങൾക്ക് സ്വയം അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ഈ ഒരു എനർജി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? നിങ്ങൾ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു, ഒരു പ്രോഗ്രസ്സിലേക്ക്, ജീവിതത്തിന്റെ ഒരു പ്രോഗ്രസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അത് ധാരാളമായിട്ട് നേടിയെടുക്കാൻ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ ഒരു സമയം നിങ്ങൾക്കത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന കാർഡ് വെറുതെ വരുന്നതല്ല. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഒരു പോസിറ്റീവായ ലൈഫിലേക്ക് കടക്കുന്നതാവാം. അത് നിങ്ങൾക്ക് മാനസികമായാലും ശാരീരികമായാലും നിങ്ങളുടെ ചിന്തകളിലൂടെ ആയാലും പ്രവർത്തികളിലൂടെ ആയാലും. മനസ്സിലായി? നിങ്ങൾക്കതിവിടെ വളരെ വലിയൊരു വിജയം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾ ഹീലിംഗിലേക്ക്, ഹാപ്പിനെസ്സിലേക്കും പോകുന്നു എന്നുള്ളത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ 4 ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട്. സന്തോഷത്തിലേക്ക് നീങ്ങുന്നു. ഇവിടെ ഈ ഒരു മാനസിക സമ്മർദ്ദം, സംഘർഷം, ഇതെല്ലാം എന്റെ വിഡ്ഢിത്തം കൊണ്ടാണല്ലോ എനിക്കിത് സംഭവിച്ചു പോയത്. എന്റെ ബുദ്ധിയില്ലായ്മ നിമിത്തം ഞാൻ ആലോചിക്കാതെ എടുത്തുചാടി പ്രവർത്തിച്ച് അതുകൊണ്ട് തന്നെയും എനിക്ക് സംഭവിച്ചു പോയതാണ് ഈ വക തെറ്റുകളെല്ലാം, ഈ വക പരാജയങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ ഹീൽ ചെയ്യുന്നു. ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. ഒരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. അതുപോലെ 4 ഓഫ് വാൻസ് സന്തോഷത്തിലേക്ക് തന്നെ പോകുന്നു. സ്റ്റെബിലിറ്റി നിലനിർത്താൻ സാധിക്കുന്നു. സന്തോഷത്തിൻ്റെതായ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഉണ്ടല്ലേ?
ഹാപ്പിനെസ്സിലേക്കാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് കണ്ടില്ലേ, ഇവിടെ 4 ഓഫ് വാൻഡ്സ് ആണ് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത്. അതിൻ്റെതായ ടാരോ കാർഡ്സ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ സന്തോഷത്തിലേക്ക് പോകുന്നത്, അതിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി വരുന്നത്. ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാം, പ്രൊമോഷൻ ലഭിക്കാം, വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കാം. നിങ്ങൾ എന്തിനു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാം, വീണ്ടും അവരുമായിട്ട് ഒത്തുചേരണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കാം. മനസ്സിലായി. വീണ്ടും നിങ്ങൾ അങ്ങനെ ഒത്തുചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണോകോപ്പിയോ നമ്പർ 11 ആണ്. നല്ലതുപോലെ ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയം, വളരെയധികം സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അബണ്ടൻസ് കണ്ടില്ലേ, ഇവിടെ അബണ്ടൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ശക്തിയുടെയും അബണ്ടൻസിന്റെയും എനർജിയാണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന 11 എന്ന് പറയുന്നത് ദൈവാനുഗ്രഹത്തിന്റെ നമ്പറാണ്. ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾക്ക് സഹായിക്കുന്ന എനർജിയാണിത്. നിങ്ങൾ 11 കാണുന്നുണ്ടാവാം ഇവിടെ. അതുപോലെ 4 നമ്പർ ഇവിടെയും വന്നിരിക്കുന്നത് 11 നമ്പറാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടാവാം. 88 നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവാം, 888 നിങ്ങൾ കാണുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക്, സ്പിരിച്വൽ ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. നിങ്ങൾ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം. മനസ്സിലായോ? അങ്ങനെ ആത്മീയ വളർച്ചയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, അഥവാ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നല്ലൊരു ട്രാക്കിലാണ് നിങ്ങളിപ്പോൾ, നല്ലൊരു പാത്തിലാണ്, കറക്റ്റ് പാത്തിലാണ് നിങ്ങളിപ്പോൾ എന്നാണ് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇവിടെ 8 വന്നിട്ടുണ്ട്, ഇവിടെ 11 വന്നിട്ടുണ്ട്. പിന്നെ ഇനി എന്താണ് വേണ്ടത്? അപ്പൊ ഈ ഒരു സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ജഡ്ജ്മെന്റ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. മനസ്സിലായി? ഇത് നിങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവരണം. നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കി ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് മുന്നോട്ട്. നല്ലൊരു ലൈഫിലേക്ക് പോകുന്നു, അബണ്ടൻസിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 7 ഓഫ് പെന്റക്കിൾസ് എന്താണോ നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നത്, അതുപോലെ 7 ഓഫ് വാൻഡ്സിന്റെ എനർജി, 7 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചുറ്റിനും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയത്. അങ്ങനെ ഈ ചുറ്റിനും വന്നിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്തിലൂടെ മുന്നോട്ട് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ചിലപ്പോഴൊക്കെ തോന്നാം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന്, നഷ്ടബോധം തോന്നാം. അങ്ങനെയുള്ള എനർജിയിൽ നിന്നും നിങ്ങൾ ഇവിടെ മുന്നോട്ട് വളരെയധികം സക്സസിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായി? സമൃദ്ധിയിലേക്ക് വരുന്നു, അബണ്ടൻസിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ. അതുപോലെ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വരുന്നു. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഒരു ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങളുടേതാണ്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ക്ലെയിം ചെയ്ത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ശക്തിയുടേതായ എനർജി ഒന്ന് നോക്കാം. ഫെമിനിൻ എനർജി ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം. എന്താണ് ലെറ്റ് ഗോ? ആവശ്യമില്ലാത്തതൊക്കെ ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ്. അതിന് നിങ്ങളിവിടെ തയ്യാറായിരിക്കുന്നല്ലോ. ആവശ്യമില്ലാത്തതിനെ ലെറ്റ് ഗോ ചെയ്യുക. ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലുള്ള ദുഷിച്ച ആ ഒരു നെഗറ്റീവ് എനർജിയെ അത് ഉള്ളിൽ പേറിക്കൊണ്ട് നടന്ന് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല. മനസ്സിലായോ? മറ്റുള്ളവരോടുള്ള ശത്രുത, പക, വിദ്വേഷം ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതെല്ലാം കളയണം. പോട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ഞാനിനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ എനർജി എനിക്കിനി വഹിക്കാൻ വയ്യ. മനസ്സിലായി? നമ്മൾ അത് വഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദോഷം വരുന്നത്. അതുകൊണ്ട് നമ്മൾ തീർത്തും ലെറ്റ് ഗോ ചെയ്യുകയാണ് വേണ്ടത്. ഒരുപാട് പേരോട് ശത്രുത ഉണ്ടായിരിക്കും, അവരോടല്ല പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നടക്കുകയാണ്. പക്ഷെ വേണ്ട, അതിന് അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തുകൊള്ളും. പിന്നെ എന്തിനാണ് ഡിവൈൻ എനർജി എന്ന് നമ്മൾ പറയുന്നത്? നിങ്ങളായിട്ടെല്ലാം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് എന്താണ് ചെയ്യാനുള്ളത്? അത് യൂണിവേഴ്സ് ചെയ്തോളും. നിങ്ങൾ സമാധാനപ്പെടുക. മനസ്സിലായോ? നിങ്ങളോട് ആരെന്ത് ചെയ്തോ അതിനുള്ള പ്രതിഫലം യൂണിവേഴ്സ് കൊടുത്തോളൂ.
നിങ്ങളായിട്ട് കൊടുക്കാൻ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ ഉള്ളം ശുദ്ധമാക്കി വെക്കുക, കാലിയാക്കി വെക്കുക, മനസ്സ് കാലിയാക്കുക. പാത്രമൊക്കെ വെള്ളം കുടിച്ചിട്ട് പാത്രം കാലിയാക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് കാലിയാക്കി വെക്കുക. എന്നാൽ മാത്രമേ അവിടേക്ക് ദൈവികമായ ആ ഒരു എനർജി നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക്. നമുക്ക് എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ആവശ്യമില്ലാത്തതിനെ ലെറ്റ് ഗോ ചെയ്യൂ. വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, കണ്ടല്ലേ, ഇപ്പൊ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്, നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താണോ, അടുത്ത കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾക്കത് സാധിക്കുന്നതാണ്. നിങ്ങൾക്കിത് സാധിച്ചു കിട്ടും അടുത്ത കുറച്ച് മാസങ്ങൾക്കകം. തീർച്ചയായിട്ടും നിങ്ങൾ എന്തിനിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ വളരെ നല്ല എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. മനസ്സിലായി? നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അനന്തമായ ആ ഒരു എനർജി, ആ ഒരു പ്രവാഹം, അബണ്ടൻസിന്റെ പ്രവാഹം നിങ്ങളിലേക്ക് വന്നു ചേരും. അതാണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്. ഇത്ര മാസങ്ങൾക്കകം സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഒരു കാർഡ് എടുക്കാവേ. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ. മനസ്സിലായി? ശ്വാസത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ, ശ്വാസത്തെ അറിയൂ. ശ്വാസമില്ലെങ്കിൽ നമ്മൾ എന്താകും? ശവമാകും, അല്ലേ? അറിയാമല്ലോ, നമുക്ക് ശ്വാസമില്ലെങ്കിൽ എന്താവും? നമ്മൾ ജീവനില്ലാതെ ശവമായിട്ട് കിടക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ശ്വാസത്തെ നമ്മൾ അറിയുക. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തെ അറിയണം, പുറത്തേക്ക് വിടുന്ന ശ്വാസത്തെ അറിയണം. മനസ്സിലായി? അതിനാണ് മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് എപ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യൂ. പിന്നെ അതുപോലെ തന്നെ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, പല കാര്യങ്ങൾക്കും മുന്നോട്ട് വരാനുള്ള ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ ഇൻറ്റ്യൂഷൻ ഉണ്ടായി ഇയർ ഫ്രം നൗ, കണ്ടില്ലേ, ചില മാസങ്ങൾ, അതാണ് ചില മാസങ്ങൾ, ഇപ്പോൾ തൊട്ടൊരു വർഷത്തിനകം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സാധിച്ചു കിട്ടും. മനസ്സിലായോ? അതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പോസിറ്റീവ് എനർജിയെ ക്ലെയിം ചെയ്യണം. മനസ്സിലായോ? അത്യാവശ്യ കാര്യമാണ്. നിങ്ങളൊരു സ്പിരിച്വൽ വീഡിയോ കാണുന്നതല്ലേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളത് ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത്. പലർക്കും ലൈക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ഇങ്ങനെയുള്ള വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം വരുന്നത്? പേഴ്സണലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.